ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. മലയാളികൾ എക്കാലവും നെഞ്ചിലേറ്റുന്ന ഒരുപിടി മികച്ച സിനിമകൾ ഒരുക്കിയ സംവിധായകനാണ് സത്യൻ അന്തിക്കാട്. 1982 കുറുക്കന്റെ കല്യാണം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് കടക്കുന്നത്. പൊന്മുട്ടയിടുന്ന താറാവ്, തലയണ മന്ത്രം, നാടോടിക്കാറ്റ് തുടങ്ങിയ ക്ലാസിക്കൽ ചിത്രങ്ങൾ അദ്ദേഹം ഒരുക്കിയതാണ്. മോഹൻലാലിന് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനാണ് അദ്ദേഹം. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെ അവർ വീണ്ടും ഒരുമിക്കുകയാണ്. എന്നാൽ മമ്മൂട്ടിയുമൊത്ത് വളരെ കുറച്ച് സിനിമകളിലാണ് സത്യൻ അന്തിക്കാട് ഒന്നിച്ചിട്ടുള്ളത്. ശ്രീധരന്റെ ഒന്നാം തിരുമുറവ്, ഗോളാന്തര വാർത്തകൾ, കളിക്കളം എന്നിവയെല്ലാം അവയിൽ ചിലതാണ്. മമ്മൂട്ടി വാശി പിടിച്ചപ്പോൾ ഉണ്ടായ ചിത്രമാണ് അർത്ഥമെന്ന് സത്യൻ അന്തിക്കാട് പറയുന്നു. നാടോടിക്കാറ്റും വരവേൽപ്പുമൊക്കെ പോലെ ഒരു സിനിമ തനിക്ക് വേണമെന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോഴാണ് ആ സിനിമ ഉണ്ടായതെന്നും തന്നെ വെച്ച് നിങ്ങൾക്കൊരു ഹിറ്റ് സിനിമ ഇല്ല എന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോഴാണ് ആ സിനിമയെക്കുറിച്ച് ആലോചിച്ചതെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. ആളുകൾക്ക് മമ്മൂട്ടിയെ ഇഷ്ടപ്പെടണം എന്ന് കരുതിക്കൊണ്ട് ഉണ്ടാക്കിയ സിനിമയാണ് അതെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. സത്യൻ അന്തിക്കാടിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മമ്മൂട്ടി വാശി പിടിച്ചപ്പോൾ ഉണ്ടായ ചിത്രമാണ് അർത്ഥം. ശ്രീധരന്റെ ഒന്നാം തിരുമുറവ്, ഗാന്ധിനഗറിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു ദിവസം മമ്മൂട്ടി കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ നാടോടിക്കാറ്റ് പോലെ, വരവേൽപ്പ് പോലെ ഒരു സിനിമ എനിക്ക് വേണം. എനിക്ക് ധാരാളം ഹിറ്റുണ്ട്. പക്ഷേ എന്നെ വെച്ച് നിങ്ങൾക്കൊരു ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല എങ്കിൽ കുഴപ്പം നിങ്ങൾക്കാണ്. ആ വാക്കുകൾ എന്നെ സ്പർശിച്ചു. ഒരു വെല്ലുവിളിയായി ആ ആഗ്രഹത്തിലുണ്ടാക്കിയ സിനിമയാണ് അർത്ഥം. തിരക്കഥ വേണുനാഗവള്ളിയുടേതാണ്. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സിനിമ ഓടണം, പക്ഷേ നിലവാരം കുറയാനും പാടില്ല. അങ്ങനെയാണ് ബെൻ നരേന്ദ്രൻ എന്ന സ്റ്റൈലിഷ് കഥാപാത്രം ഉണ്ടാക്കിയത്. സത്യൻ അന്തിക്കാട് പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.